Hi friends, welcome to Come on Children. Man and Media എന്ന തേർഡ് യൂണിറ്റിലെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ കാണണമെങ്കിൽ അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 1. What do you think about Polya's character? Make a brief character sketch. Justify your points with examples. പോളിയയുടെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ് പോളിയയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ? ഇവിടെ ചില ഹിൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇന്നസെൻറ്റ്, നിഷ്കളങ്കയാണ്. ഇല്ലിറ്ററേറ്റ്, എഴുത്തും വായനയും അറിയില്ല. ഇൻ്റലിജൻറ്റ്, ബുദ്ധിമതിയാണ്. സെൻസിബിൾ, വിവേകമുള്ളവളാണ്, അതായത് പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവളാണ്. ക്ലവർ, സൂത്രശാലിയാണ്. ഡിറ്റർമിൻഡ്, നിശ്ചയദാർഢ്യമുള്ള, അതായത് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ നിന്നും പിറകോട്ട് വരാതെ അത് ചെയ്യുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്നവളാണ്. സെൻസിറ്റീവ്, ലോലമായ മനസ്സുള്ള. അംബീഷ്യസ്, ഉത്കർഷേച്ഛയുള്ള, അതായത് ജീവിതത്തിൽ വിജയിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഉദാഹരണങ്ങൾ, ചില സന്ദർഭങ്ങൾ നമ്മുടെ കഥയിൽ നിന്നും എടുത്ത് എഴുതിക്കൊണ്ടാണ് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കേണ്ടത്. പോളിയ വാസ് ആൻ ഇന്നസെന്റ് വുമൺ. പോളിയ നിഷ്കളങ്കയായ ഒരു സ്ത്രീയായിരുന്നു. ദോ ഷി വാസ് ഇല്ലിറ്ററേറ്റ്, ഷി വാസ് ഇന്റലിജന്റ് ആൻഡ് സെൻസിബിൾ. That is why she decided to learn to read and write instead of seeking help from others to know the content of the letter. അവൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നുവെങ്കിലും അവൾ ബുദ്ധിമതിയും വിവേകമുള്ളവളുമായിരുന്നു. അതുകൊണ്ടാണ് അവൾ ആ ലെറ്ററിൻ്റെ കാര്യം മറ്റാരോടും പറയാതെ അത് വായിക്കാൻ മറ്റാരുടെയും സഹായം തേടാതെ സ്വയം എഴുത്തും വായനയും പഠിക്കാൻ തീരുമാനിച്ചത്. She was clever and determined too. അവൾ സൂത്രശാലിയും നിശ്ചയദാർഢ്യമുള്ളവളുമായിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? As a reason to learn, she told her husband that she was fed up with being an illiterate peasant. പഠിക്കാനുള്ള കാരണമായി അവൾ ഭർത്താവിനോട് പറയുന്നത് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു കർഷക സ്ത്രീയായി ജീവിച്ച് തനിക്ക് മടുത്തിരിക്കുന്നു എന്നാണ്. കത്ത് വായിക്കാനാണ് എന്ന കാര്യം അവൾ മറച്ചുവെച്ചു അല്ലേ? അവൾ നല്ല സൂത്രക്കാരിയാണ്. When she decided to learn, she learned well. This shows her determination. പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ അവൾ നന്നായി പഠിച്ചു. ഇത് അവളുടെ ഡിറ്റർമിനേഷൻ്റെ തെളിവാണ്. She was very sensitive. പോളിയ വളരെ സെൻസിറ്റീവ് ആയിരുന്നു. On seeing the letter, she became very upset and cried bitterly. ആ കത്ത് കണ്ടപ്പോൾ അവൾ വളരെ സങ്കടപ്പെടുകയും കരയുകയും ചെയ്തു. She was ambitious also. അവൾ അംബീഷ്യസുമായിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? She took the effort to learn to read and write in order to know the content of the letter. ആ കത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നതിനായി അവൾ വളരെയധികം പരിശ്രമിച്ച് എഴുത്തും വായനയും പഠിച്ചു. Activity 2. Do you think Polya would have ever become literate if she had not come across Maria's letter to her husband? Why do you think so? Discuss and write. Give reasons. മറിയ തൻ്റെ ഭർത്താവിന് അയച്ച ആ കത്ത് കണ്ടില്ലായിരുന്നുവെങ്കിൽ പോളിയ എന്നെങ്കിലും എഴുത്തും വായനയും പഠിക്കുമായിരുന്നോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അതെഴുതുക. അതിനുള്ള കാരണങ്ങൾ കൂടി എഴുതണം. ആ കത്തിലെ ഉള്ളടക്കം അറിയാൻ വേണ്ടി മാത്രമാണ് പോളിയ എഴുത്തും വായനയും പഠിച്ചതല്ലേ? ആ കത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അതിന് ശ്രമിക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. No, I don't think Polya would have become literate if she had not come across the letter because she had never felt the need to be literate in her life. ഇല്ല, മറിയയുടെ കത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ പോളിയ എഴുത്തും വായനയും പഠിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒരിക്കലും എഴുതാനും വായിക്കാനും പഠിക്കേണ്ടത് ഒരാവശ്യമായി അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. She took the effort to learn to read and write only to know the content of the letter. ആ കത്തിൻ്റെ ഉള്ളടക്കം അറിയുന്നതിന് വേണ്ടി മാത്രമാണ് അവൾ എഴുത്തും വായനയും പഠിക്കാൻ പരിശ്രമിച്ചത്. ആക്ടിവിറ്റി 3. You have learned something about the media and communication. നമ്മൾ ഈ യൂണിറ്റിൽ മീഡിയയെക്കുറിച്ചും കമ്മ്യൂണിക്കേഷനെക്കുറിച്ചും പല കാര്യങ്ങളും മനസ്സിലാക്കി അല്ലേ? Now it is time for you to think about a media lab in your school. What might be the arrangements needed?
ഇനി നിങ്ങളുടെ സ്കൂളിൽ ഒരു മീഡിയ ലാബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതിന് എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ആണ് വേണ്ടി വരിക? കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ്, മോഡം, വൈഫൈ കണക്ഷൻ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ബുക്സ്, ടെലിഫോൺ കണക്ഷൻ, പ്രൊജക്ടർ, ടെലിവിഷൻ, റേഡിയോ, ഡിജിറ്റൽ ലൈബ്രറി, ഡിജിറ്റൽ ഓ മൾട്ടിമീഡിയ റൈറ്റിംഗ്, മൈക്രോഫോൺസ്, ഹെഡ്ഫോൺസ്, കേബിൾസ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വേണ്ടി വരും അല്ലേ? ആസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ പ്രിപ്പയർ എ വാൾ ന്യൂസ് പേപ്പർ. മീഡിയ ലാബിനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു വാൾ ന്യൂസ് പേപ്പർ ഉണ്ടാക്കാം. ചുവരിൽ ഒരു ചാർട്ട് പേപ്പറിൽ ന്യൂസ് എല്ലാം എഴുതിയിട്ട് ഒരു ന്യൂസ് പേപ്പർ പ്രിപ്പയർ ചെയ്യാം. വാട്ട് കുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്? അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? എഡിറ്റോറിയൽ, എഡിറ്ററുടെ ലേഖനമാണ്, പത്രാധിപ കുറിപ്പ്. ആർട്ടിക്കിൾസ്, മറ്റ് ലേഖനങ്ങൾ. ന്യൂസ്, വാർത്തകൾ. റിവ്യൂസ്, പുസ്തകങ്ങൾ, സിനിമകൾ, കളികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായ കുറിപ്പുകളാണ്, അതാണ് റിവ്യൂസ്. നോട്ടീസസ്, അറിയിപ്പുകൾ. കാർട്ടൂൺസ്, പസിൽസ്, ജോക്സ്, ഇതെല്ലാം നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഉൾപ്പെടുത്താം. പോളിയ വാസ് ഇനീഷ്യലി ഇല്ലിറ്ററേറ്റ്. ഫൈനലി ഷീ ബിക്കേം ലിറ്ററേറ്റ്. നമ്മുടെ സ്റ്റോറിയിൽ ആദ്യം പോളിയയ്ക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു അല്ലേ? അവൾ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. ഫൈനലി അവസാനം പോളിയ ലിറ്ററേറ്റ് ആയി, എഴുത്തും വായനയും പഠിച്ചെടുത്തു. ദ വേർഡ് ഇല്ലിറ്ററേറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ലിറ്ററേറ്റ്. ഇവിടെ ഇല്ലിറ്ററേറ്റ് എന്ന വേർഡ് ലിറ്ററേറ്റ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ജസ്റ്റ് ആസ് ഫൈനലി ഈസ് ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇനീഷ്യലി. ഫൈനലിയും ഇനീഷ്യലിയും മറ്റ് രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഫൈനലി അവസാനം, ഇനീഷ്യലി തുടക്കത്തിൽ. ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് വേർഡ്സിനെയാണ് നമ്മൾ ആൻറ്റോണിംസ് എന്ന് പറയുന്നത്. ഇല്ലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് ആർ ആൻറ്റോണിംസ്. ആൻ ആൻറ്റോണിം ഈസ് എ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് അനദർ വേർഡ്. ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള മറ്റൊരു വേർഡിനെയാണ് ആൻറ്റോണിം എന്ന് പറയുന്നത്. ഹിയർ ഇസ് എ സെറ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ ആൻറ്റോണിംസ്. മാച്ച് ദം. ഇവിടെ രണ്ട് കോളത്തിലായിട്ട് കൊടുത്തിട്ടുള്ള വേർഡ്സും അവയുടെ ആൻറ്റോണിംസും നമുക്ക് മാച്ച് ചെയ്യാം. അറൈവ്, എത്തിച്ചേരുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പോവുക എന്നാണ് അല്ലേ? ഡിപ്പാർട്ട്. എയർപോർട്ടിലൊക്കെ അറൈവൽ, ഡിപ്പാർച്ചർ എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എസ്ലീപ്പ്, ഉറങ്ങുക. എവേക്ക്, ഉണർന്നിരിക്കുക. ഫൊഗിറ്റ്, മറക്കുക. റിമെമ്പർ, ഓർമ്മിക്കുക. ഹെയ്റ്റ്, ആൻറ്റോണിം എന്താണ്? യെസ്, ലവ്. മോഡേൺ, ആധുനികമായ. ആൻറ്റോണിം ഈസ് ആൻഷ്യൻറ്റ്, പുരാതനമായ. A few sentences are given in column A. Rewrite them in column B, substituting the words underlined with their antonyms. കോളം എയിൽ തന്നിട്ടുള്ള സെൻറ്റൻസുകളിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന് പകരം അവയുടെ ആൻറ്റോണിംസ് ചേർത്ത് കോളം ബിയിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ടീച്ചർ ലൈക്ക് സ്റ്റുഡൻസ് ഹു കം ഏർലി ടു സ്കൂൾ. സ്കൂളിലേക്ക് നേരത്തെ വരുന്ന കുട്ടികളെ ടീച്ചറിന് ഇഷ്ടമാണ്. ഇവിടെ രണ്ട് വേർഡ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ലൈക്സ്, ഏർലി. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് മാറ്റി എഴുതാം. ദ ടീച്ചർ ഡിസ്ലൈക്ക് സ്റ്റുഡൻസ് ഹു കം ലേറ്റ് ടു സ്കൂൾ. ലൈക്കിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്ലൈക്ക്, ഏർലിയുടേത് ലേറ്റ്. സ്കൂളിലേക്ക് വൈകി വരുന്ന കുട്ടികളെ ടീച്ചറിന് ഇഷ്ടമല്ല. സെക്കൻഡ് വൺ, ദ വെസൽസ് ആർ ക്ലീൻ. പാത്രങ്ങൾ വളരെ വൃത്തിയുള്ളതാണ്. ക്ലീൻ എന്നുള്ളതിൻ്റെ ആൻറ്റോണിം ഡേർട്ടി ആണ്. ദ വെസൽസ് ആർ ഡേർട്ടി. തേർഡ് വൺ, ലൈക്ക് ഹിം ഐ ഓൾവേസ് ഫിനിഷ് മൈ ഹോംവർക്ക് ഓൺ ടൈം. അവനെ പോലെ ഞാനും എപ്പോഴും എൻ്റെ ഹോംവർക്ക് കൃത്യസമയത്ത് പൂർത്തിയാക്കാറുണ്ട്. ഫിനിഷ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിം എന്താണ്? സ്റ്റാർട്ട്. ലൈക്ക് ഹിം ഐ ഓൾവേസ് സ്റ്റാർട്ട് മൈ ഹോംവർക്ക് ഓൺ ടൈം. അവനെ പോലെ ഞാനും എപ്പോഴും എൻ്റെ ഹോംവർക്ക് കൃത്യസമയത്ത് തുടങ്ങാറുണ്ട്. ഷീ വർക്ക്സ് ആസ് എ ടെമ്പററി ക്ലർക്ക് ഇൻ ദ കമ്പനി. അവൾ ആ കമ്പനിയിൽ താൽക്കാലിക ക്ലർക്കായി ജോലി ചെയ്യുന്നു. ടെമ്പററി എന്ന് വെച്ചാൽ താൽക്കാലികം. അതിൻ്റെ ആൻറ്റോണിം എന്താണ്? പെർമനൻറ്റ്, സ്ഥിരം. സെൻറ്റൻസ് മാറ്റി എഴുതാം. ഷീ വർക്ക്സ് ആസ് എ പെർമനൻറ്റ് ക്ലർക്ക് ഇൻ ദ കമ്പനി. ലാസ്റ്റ് വൺ, ദർ ഈസ് ഓർഡർ ഇൻ ദ ക്ലാസ് വെൻ ദ ടീച്ചർ ഈസ് പ്രസൻറ്റ്. ടീച്ചർ ഉണ്ടായിരിക്കുമ്പോൾ ആ ക്ലാസ്സിൽ നല്ല ഓർഡർ ഉണ്ട്, ഒരു ക്രമമുണ്ട്, കുട്ടികളൊക്കെ അടങ്ങിയിരിക്കും അല്ലേ? ഓർഡർ എന്നുള്ളതിൻ്റെ ആൻറ്റോണിം ഡിസോർഡർ ആണ്. പ്രസൻറ്റ് എന്നുള്ളതിൻ്റെത് ആബ്സെൻ്റ് ആണ്. നിങ്ങൾക്കറിയാലോ. സെൻറ്റൻസ് മാറ്റി എഴുതാം.
There is disorder in the class when the teacher is absent. ടീച്ചർ ആബ്സെൻ്റ് ആയിരിക്കുമ്പോൾ, ടീച്ചർ ഇല്ലാതിരിക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഡിസോർഡർ ആണ്, യാതൊരു ക്രമവുമില്ല. നമ്മളിപ്പോൾ കുറേ ആൻറ്റണിംസ് കണ്ടു അല്ലേ? നിങ്ങൾ അവയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് ഒരു ആൻറ്റണിം ഫോം ചെയ്യുന്നത്? Antonyms are usually formed by adding prefixes such as mis, dis, un, im, ir, in, etc. വേർഡ്സിന് മുന്നിലായിട്ട് മിസ്, അൺ, ഇൻ, ഇം ഇങ്ങനെയുള്ള ചില പ്രിഫിക്സസ്, ചെറിയ വേർഡ്സ് ചേർത്തിട്ടാണ് ആൻറ്റണിംസ് ഉണ്ടാക്കുന്നത്. നോക്കൂ, ബിഹേവ് എന്നുള്ളതിൻ്റെ ആൻറ്റണിം മിസ് ചേർത്തിട്ടാണ് എഴുതുന്നത്. മിസ് ബിഹേവ്. കണക്ട് എന്നുള്ളതിന് മുൻപ് ഡിസ് ചേർത്താൽ അതിൻ്റെ ആൻറ്റണിമായി ഡിസ്കണക്ട്. കൈൻഡ്, അൺകൈൻഡ്. എന്നാൽ നമുക്ക് ഇങ്ങനെ പ്രിഫിക്സസ് ചേർത്ത് ചില ആൻറ്റണിംസ് എഴുതി നോക്കാം. A few prefixes are given in column A. Using the prefixes in column A, write the antonyms of the words in column B. You may use a dictionary. കോളം ബിയിലുള്ള വേർഡ്സിൻ്റെ ആൻറ്റണിംസ് ആണ് എഴുതേണ്ടത്. കോളം എയിലുള്ള പ്രിഫിക്സസ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിഫിക്സസ് ചേർത്ത് എഴുതാം. ആദ്യത്തെ വേർഡ് റെഗുലർ ആണ്, ക്രമമായ എന്നാണ് മീനിങ്. അതിന് ഇർ എന്ന പ്രിഫിക്സ് ചേർത്ത് ആൻറ്റണിം എഴുതാം. ഇറഗുലർ, ക്രമമല്ലാത്ത. നെക്സ്റ്റ് വൺ പെർഫെക്റ്റ്, പൂർണ്ണമായ. ഓപ്പോസിറ്റ് വേർഡ് ഇംപെർഫെക്റ്റ്. സേഫ്, സുരക്ഷിതമായ. ആൻറ്റണിം അൺസേഫ്. സഫിഷ്യൻറ്റ്, പര്യാപ്തമായ, തികഞ്ഞ എന്നാണ് അർത്ഥം. അതിൻ്റെ ആൻറ്റണിം ഇൻസഫിഷ്യൻ്റ് ആണ്. അഡ്വാൻറ്റേജ്, നേട്ടം. ആൻറ്റണിമിന് ഡിസ് ആണ് ചേർക്കേണ്ടത്. ഡിസ്അഡ്വാൻറ്റേജ്, പോരായ്മ. ഇൻ്റർപ്രിറ്റ്, വിശദീകരിക്കുക, വ്യാഖ്യാനിക്കുക എന്നൊക്കെയാണ് മീനിങ്. അതിനു മുൻപ് മിസ് ആണ് ചേർക്കേണ്ടത്. മിസ് ഇൻ്റർപ്രിറ്റ്, തെറ്റായി വ്യാഖ്യാനിക്കുക. ലിറ്ററേറ്റ്, അക്ഷരാഭ്യാസമുള്ള. ഓപ്പോസിറ്റ് എന്താണ്? ഇല്ലിറ്ററേറ്റ്, എഴുത്തും വായനയും അറിയാത്ത. കറക്റ്റ്, ഓപ്പോസിറ്റ് ഇൻകറക്റ്റ്. അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. ആൻറ്റണിം ഡിസപ്പിയർ ആണ്, കാണാതാവുക, അപ്രത്യക്ഷമാവുക. കോൺഷ്യസ്, ബോധമുള്ള. അൺകോൺഷ്യസ് ആണ് ആൻറ്റണിം, ബോധമില്ലാത്ത. ലെജിറ്റിമേറ്റ്, നിയമപ്രകാരമുള്ള. ഇല്ലെജിറ്റിമേറ്റ് ആണ് ആൻറ്റണിം, നിയമപ്രകാരമല്ലാത്ത. ഹ്യൂമൻ, മനുഷ്യത്വമുള്ള, മനുഷ്യൻ്റെ ഗുണങ്ങളുള്ള എന്നാണ് മീനിങ്. അതിൻ്റെ ആൻറ്റണിം ഇൻഹ്യൂമൻ ആണ്, മനുഷ്യത്വമില്ലാത്ത, ക്രൂരനായ. ന്യൂട്രീഷൻ, പോഷണം. മാൽ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ആൻറ്റണിംസും ഇങ്ങനെ പ്രിഫിക്സ് ചേർന്നല്ല വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഹെയ്റ്റ്, ലവ്, ലൈക്ക്, ഡിസ്ലൈക്ക്, പ്രസൻറ്റ്, ആബ്സെൻറ്റ്, ഇതിലൊന്നും പ്രിഫിക്സ് വരുന്നില്ല അല്ലേ? എന്നാലും കൂടുതൽ ആൻറ്റണിംസും ഇങ്ങനെയാണ് വരുന്നത്. ആക്ടിവിറ്റി 6. Read and analyze the following sentences from the passage The Television. ഈ സെൻറ്റൻസ് നോക്കൂ. The radio was in fact developed from the telegraph which was invented by Cook and Wheatstone in 1835. 1835-ൽ കൂക്കും വീറ്റ്സ്റ്റോണും ചേർന്ന് കണ്ടുപിടിച്ച ടെലിഗ്രാഫിൽ നിന്നാണ് യഥാർത്ഥത്തിൽ റേഡിയോ രൂപം കൊള്ളുന്നത്. ഇതൊരു വലിയ സെൻറ്റൻസ് ആണല്ലേ? ഇതിന് നമുക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. The radio was in fact developed from the telegraph. റേഡിയോ യഥാർത്ഥത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത് ടെലിഗ്രാഫിൽ നിന്നുമാണ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതി ടെലിഗ്രാഫ് വരെ, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. ബാക്കിയുള്ള ഭാഗം സെക്കൻഡ് സെൻറ്റൻസ് ആയി എഴുതാം. Was invented by Cook and Wheatstone in 1835. Was എന്ന് ഒരു സെൻറ്റൻസ് തുടങ്ങാൻ കഴിയില്ല അല്ലേ? അവിടെ ഒരു സബ്ജക്റ്റ് വേണം. ഇവിടെ ടെലിഗ്രാഫിനെ കുറിച്ചാണ് പറയുന്നത്, അതൊരു വസ്തുവാണല്ലേ? അപ്പോൾ അതിനു പകരം ഇറ്റ് എന്ന സബ്ജക്റ്റ് ചേർക്കാം. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ കുക്ക് ആൻഡ് വീറ്റ്സ്റ്റോൺ ഇൻ 1835. 1835-ൽ കുക്കും വീറ്റ്സ്റ്റോണും ചേർന്നാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. സി വാട്ട് ഹാപ്പൻസ് വെൻ ദീസ് ടു സെൻറ്റൻസസ് ആർ കമ്പൈൻഡ്. ഈ രണ്ട് സിമ്പിൾ സെൻറ്റൻസസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവയ്ക്ക് എന്തെല്ലാം മാറ്റമാണ് വന്നിരിക്കുന്നത്? നമ്മുടെ ഫൈൻഡിങ്സ് ഇവിടെ എഴുതണം. നോക്കാം. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ അവസാനം വന്നിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് ഒഴിവാക്കി. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ ആദ്യം എഴുതിയ ഇറ്റ് എന്ന സബ്ജക്റ്റും ഒഴിവാക്കി. എന്നിട്ട് ആ ഇറ്റിന് പകരം എന്താണ് സെൻറ്റൻസ് കമ്പൈൻ ചെയ്തപ്പോൾ ഉപയോഗിച്ചത്? വിച്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ മീനിങ്? റേഡിയോ യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടെലിഗ്രാഫിൽ നിന്നാണ്.
ഏതാണോ കുക്കും വീറ്റ് സ്റ്റോണും ചേർന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ടെലഗ്രാഫ് എന്നുള്ളതിനെ തന്നെയാണ് വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പകരമാണ് വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ റിലേറ്റീവ് പ്രോനൗൺ എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ രണ്ട് സെൻറ്റൻസസ് കമ്പൈൻ ചെയ്തപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ഇവിടെ എഴുതാം. The relative pronoun which is used, the full stop after the first sentence is removed. The subject in the second sentence is also removed. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചില സെൻറ്റൻസസ് നോക്കാം. First one, it was a Scotsman named J.L. Bayard who invented the television. സ്കോട്ട്ലാൻഡുകാരനായ ജെയിൽ ബെയേർഡ് ആണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ഏതാണ്? ഹൂ. ജെയിൽ ബിയേർഡിനെയാണ് ഇതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വിച്ച് വന്നിട്ടില്ലല്ലോ. അതെന്താണ്? ജെയിൽ ബിയേർഡ് ഒരു മനുഷ്യനല്ലേ. ആളുകളെ കുറിച്ച് പറയാൻ ഹൂ, ഹൂം എന്നീ റിലേറ്റീവ് പ്രോനൗൺസ് ആണ് ഉപയോഗിക്കാറുള്ളത്. മോസ്റ്റ് ഓഫ് ദ പിജിയൻസ് ദാറ്റ് വർ യൂസ്ഡ് ഫോർ ക്യാരിയിങ് മെസ്സേജസ് ഹാഡ് എ സെൻസ് ഓഫ് റൈറ്റ് ഡയറക്ഷൻ. മെസ്സേജുകൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന മിക്ക പ്രാവുകൾക്കും നന്നായി ദിശ അറിയാമായിരുന്നു. ഇവിടെ പിജിയൻസ് എന്നതിന് പകരം അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ദാറ്റ് എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. അടുത്തത് നോക്കൂ. ലോങ് എഗോ ബേർഡ്സ് യൂസ് ടു ക്യാരി മെസ്സേജസ് വിച്ച് വർ ക്ലിപ്ഡ് ടു ദെയർ വിങ്സ്. പണ്ട് കാലത്ത് മെസ്സേജസ് ക്യാരി ചെയ്യാൻ പക്ഷികളെ ഉപയോഗിച്ചിരുന്നു. ആ മെസ്സേജസ് പക്ഷികളുടെ വിങ്സിൽ ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ മെസ്സേജസ് എന്നുള്ളതിന് പകരം വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. Find out from the passages you have read similar sentences with relative pronouns. റിലേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലെയുള്ള സെൻറ്റൻസസ് നമ്മുടെ പാസേജിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. It was Marconi who invented an instrument to send the wireless message. വയർലെസ് മെസ്സേജ് അയക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ഹു എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരാണോ വയർലെസ് മെസ്സേജ് കണ്ടുപിടിച്ചിരിക്കുന്നത് അത് മാർക്കോണിയാണ്. ദ മെയിൽ വാസ് ക്യാരിഡ് ഇൻ 4 leather boxes which were attached to a special saddle blanket. പ്രത്യേക തരത്തിലുള്ള സാഡിൽ ബ്ലാങ്കറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ലെതർ ബോക്സുകളിലായിട്ടാണ് മെയിൽ കൊണ്ടുപോയിരുന്നത്. വിച്ച് കൊണ്ട് ഇവിടെ ലെതർ ബോക്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് ചാൾസ് ബാബേജ് ഓഫ് ഇംഗ്ലണ്ട് ഹു മെയ്ഡ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ. ഇംഗ്ലണ്ടിലെ ചാൾസ് ബാബേജ് ആണ് ആദ്യമായിട്ട് കാൽക്കുലേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കിയത്. ഹു എന്നത് ചാൾസ് ബാബേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എലിസിറ്റ് റെസ്പോൺസസ് ഫ്രം യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫിൽ ഇൻ ദ കോളംസ്. ഇവിടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ച് അവരുടെ റെസ്പോൺസ് കണ്ടുപിടിച്ച് ആ കുട്ടികളുടെ പേര് എഴുതുകയാണ് വേണ്ടത്. നോക്കൂ. someone who sleeps more than 8 hours at night. രാത്രി 8 മണിക്കൂറിൽ കൂടുതൽ ആരാണോ ഉറങ്ങുന്നത് ആ കുട്ടിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. നെയിം ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ കാറ്റ്. ആർക്കാണോ ഒരു പൂച്ച പെറ്റായിട്ടുള്ളത് ആ കുട്ടിയുടെ പേര്. ദ ബോയ് ഓർ ഗേൾ ഹൂം യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ, ഹൂം എന്ന് വെച്ചാൽ ആരെയാണോ അയാളുടെ പേരെഴുതുക. someone who reads more than you do. നിങ്ങളെക്കാൾ കൂടുതൽ വായിക്കുന്നത് ആരാണോ, ഹൂ അയാളുടെ പേര്. someone who is more musical than you. നിങ്ങളെക്കാൾ മ്യൂസിക്കൽ സെൻസ് ഉള്ളത് ആർക്കാണോ അയാളുടെ പേര്. the color which you like the most. ഏത് കളറാണോ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത്. someone to whom you gave a birthday gift. നിങ്ങൾ ആർക്കാണോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അയാളുടെ പേര്. a place where you would like to spend your holidays. നിങ്ങളുടെ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് സ്ഥലമാണോ ആ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ വേർ എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് വന്നിട്ടുള്ളത് അല്ലേ, സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ. എ മൂവി വിച്ച് യു റീസെൻ്റ്ലി വാച്ച്ഡ്. നിങ്ങൾ ഈ അടുത്തിടെ കണ്ട ഒരു മൂവി. നിങ്ങളുടെ കൂട്ടുകാരോട് ഇതെല്ലാം ചോദിച്ച് അവരുടെ റെസ്പോൺസസ് റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് ആ ഉത്തരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ സെൻറ്റൻസസിനെ മാറ്റി എഴുതണം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് സെൻറ്റൻസ് someone who sleeps more than 8 hours a night. രാത്രി 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നയാൾ. അത് നിങ്ങളുടെ ഫ്രണ്ടായ രാഹുൽ ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ മാറ്റാം? രാഹുൽ ഈസ് ദ വൺ ഹൂ സ്ലീപ്സ് ഫോർ മോർ ദാൻ 8 hours a night. ബാക്കിയുള്ള സെൻറ്റൻസുകളും ക്രമത്തിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. സീമ ഈസ് ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ കാറ്റ്. മറിയ ഈസ് ദ ഗേൾ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. റഹീം ഈസ് ദ വൺ ഹൂ റീഡ്സ് മോർ ദാൻ ഐ ഡു. പ്രിയ ഈസ് ദ വൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ മീ. റെഡ് ഈസ് ദ കളർ വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ്.
English is the subject which I like the most. Ramya is the one to whom I gave a birthday gift. Kashmir is the place where I would like to spend my holidays. Jai Bhim is the movie which I recently watched. ഇപ്പോൾ നമ്മൾ എഴുതിയ എക്സാമ്പിൾസിൽ നിന്നും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ആളുകളെക്കുറിച്ച് പറയാൻ ഹു, ഹൂം എന്നീ റിലേറ്റീവ് പ്രൊനൗൺസും എന്തെങ്കിലും വസ്തുക്കളെയോ ആനിമൽസിനെയും ഒക്കെ സൂചിപ്പിക്കാൻ ദാറ്റ്, വിച്ച് എന്നീ റിലേറ്റീവ് പ്രൊനൗൺസുമാണ് ഉപയോഗിക്കാറുള്ളത്. അവിടെ ഹു അല്ല വരുന്നത്. We use who or whom when we talk about people. When we talk about things, we use that or which. Now, complete the following sentences using the words who, which or that. The first one is done for you. ഇനി താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസ് ഹു, വിച്ച്, ദാറ്റ് ഇവയിൽ അനുയോജ്യമായത് ചേർത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എ ടീച്ചർ ഈസ് എ പേഴ്സൺ ഹു ടീച്ചേഴ്സ്. പഠിപ്പിക്കുന്നത് ആരാണോ അയാളാണ് ടീച്ചർ. സെക്കൻഡ് വൺ, എ ഡിക്ഷണറി. അത് യൂസ്ഡ് ഫോർ റെഫറൻസ് ആണ്. റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന പുസ്തകമാണ് ഡിക്ഷണറി എന്നാണ് എഴുതേണ്ടത്. എ ഡിക്ഷണറി ഈസ് എ ബുക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഫറൻസ്. തേർഡ് വൺ, ദിസ് ഈസ് ദ ഹൗസ്. ഇതാണ് ആ വീട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ജെയിൻ ബിൽറ്റ്. ജെയിൻ ഉണ്ടാക്കിയ ആ വീട് ഇതാണ്. ദിസ് ഈസ് ദ ഹൗസ് വിച്ച് ജെയിൻ ബിൽറ്റ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് റിലേറ്റീവ് പ്രൊനൗൺസ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിച്ച് ഉത്തരം എഴുതണം. എക്സാമ്പിൾ, പെരിയ ഇസ് ദ റിവർ ദാറ്റ് ഫ്ലോസ് നിയർ മൈ ഹൗസ്. എൻ്റെ വീടിനടുത്തുകൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. നെയിം ദ റിവർ ദാറ്റ് ഫ്ലോസ് നിയർ യുവർ ഹൗസ്. നിങ്ങളുടെ വീടിനടുത്തുകൂടി ഒഴുകുന്ന നദി ഏതാണെന്ന് എഴുതുക. ചാലിയാർ ഈസ് ദ റിവർ ദാറ്റ് ഫ്ലോസ് നിയർ മൈ ഹൗസ്. എൻ്റെ വീടിനടുത്തുകൂടി ഒഴുകുന്ന നദി ചാലിയാറാണ്. സെക്കൻഡ് വൺ, നെയിം ദ പേഴ്സൺ ഹൂം യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണോ അയാളുടെ പേര് എഴുതുക. ഇന്ദു ഈസ് ദ പേഴ്സൺ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ സ്റ്റോറി ദാറ്റ് യു റീസെൻ്റ്ലി റെഡ്. നിങ്ങൾ അടുത്തിടെ വായിച്ച കഥ ഏതാണ്? പോളിയല്ലേ നമ്മൾ വായിച്ച സ്റ്റോറി. പോളിയ ഈസ് ദ സ്റ്റോറി ദാറ്റ് ഐ റീസെൻ്റ്ലി റെഡ്. ലാസ്റ്റ് വൺ, നെയിം ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഹു ലീവ്സ് ഇൻ യുവർ നൈബർഹുഡ്. നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ചന്തു ഈസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഹു ലീവ്സ് ഇൻ മൈ നൈബർഹുഡ്. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മുടെ ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ ഡിയേഴ്സ്, മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.